ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇന്ന് നമ്മൾ യോശുവ എന്ന ആ മഹാനായ മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ പഴയ നിയമത്തെ പഠന സൗകര്യത്തിനായി 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പഞ്ചഗ്രന്ഥങ്ങളെ ന്യായപ്രമാണം എന്ന് വിളിക്കപ്പെടുന്നു. യോശുവ മുതൽ എസ്തേർ വരെയുള്ള 12 പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുകയാണ്. ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള പുസ്തകങ്ങളും വിലാപങ്ങളും ചേർത്തുള്ള 6 പുസ്തകങ്ങളെ കാവ്യഗ്രന്ഥങ്ങൾ എന്ന് അറിയപ്പെടുന്നു. യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള 16 പുസ്തകങ്ങളെ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നു. അതിൽ തന്നെ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്നിവരെ വലിയ പ്രവാചകന്മാരായും ഹോശിയ മുതൽ മലാഖി വരെയുള്ളവരെ ചെറിയ പ്രവാചകന്മാരായും തിരിച്ചു പഠിക്കാറുണ്ട്. ഇന്ന് നാം ചരിത്ര പുസ്തകങ്ങളുടെ പഠനം തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ന്യായപ്രമാണ പുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള പഠനങ്ങളാണ് നടത്തിയത്. ഇന്ന് നാം ചരിത്ര പുസ്തകങ്ങളുടെ പഠനം തുടങ്ങുകയാണ്. ദൈവത്താൽ വലിയവനാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യോശുവ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം യഹോശുവ എന്നായിരുന്നു. 1 ദിനവൃത്താന്തം 7:27. അതിൻ്റെ ചുരുക്കിയ എഴുത്ത് ഹോശിയ എന്നുമായിരുന്നു. എന്നാൽ ഈ യഹോശുവ അഥവാ ഹോശിയ എന്ന വ്യക്തിയെ മോശെ എന്ന മനുഷ്യൻ പുനർനാമം ചെയ്തു. അതാണ് യോശുവ എന്നുള്ളത്. സംഖ്യാപുസ്തകം 13:8-16 വാക്യങ്ങൾ. മോശെ നൂന്റെ മകനായ ഹോശയ്യയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. എഫ്രൈം ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകനായ എലിശാമയുടെ മകനായ നൂന്റെ മകനായ യോശുവ എന്നാണ് സംഖ്യ 1:10 നമ്മൾ വായിക്കുന്നത്. ഈ യോശുവ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു. പുറപ്പാട് 24:13. മോശയുടെ മരണശേഷമാണ് യോശുവ ഒരു നേതൃത്വ പദവിയിലേക്ക് എത്തിയത്. എന്നാൽ അദ്ദേഹത്തെ ഒരു നേതാവായി ഉയർത്തിയെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അമാലേക്കുമായി ഇസ്രായേൽ ജനം യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് നേതാവായ മോശെ യോശുവയെ വിളിച്ചൊരു ദൗത്യം ഫലമേൽപ്പിച്ചു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ കയറി ദൈവത്തിൻ്റെ വടി പിടിച്ചും കൊണ്ട് നിൽക്കും. അപ്പോൾ അവിടെ ഒരു സൈന്യാധിപനായി ബാല്യക്കാരനായ യോശുവയെ മോശെ നിയമിക്കുകയാണ്. മാത്രമല്ല ആ ജയശേഷം അത് ഒരു പുസ്തകത്തിൽ എഴുതണമെന്നും ആ എഴുതി വെച്ചത് യോശുവയെ കേൾപ്പിക്കണമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 17:9, 13, 14 വാക്യങ്ങൾ. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഈ ചിന്ത ആവർത്തനം 25:17-18 വാക്യങ്ങളിൽ, 1 ശമൂവേലിന്റെ പുസ്തകം 15:2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. മോശയ്ക്ക് ശേഷം നേതാവാകേണ്ടുന്ന യോശുവയെ ദൈവം അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ നാളെ ആരായിത്തീരുമെന്ന് നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം നമ്മളെ ചില പ്രത്യേക രംഗങ്ങളിൽ പരിശീലിപ്പിച്ചെടുക്കാറുണ്ട്. കർത്താവിന് മഹത്വം. മോശയോടുകൂടെ യോശുവ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിട്ടാണ് നാം പുസ്തകങ്ങളിൽ വായിക്കുന്നത്. സീനായി പർവ്വതത്തിൽ മോശ കയറുമ്പോൾ അവിടെ അടിവാരത്ത് യോശുവ കാത്തിരുന്നു. പാളയത്തിലെ കോശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പ്രത്യുത്തരം നൽകുന്നത് യോശുവയാണ്. പുറപ്പാട് 24:13, 32:17. കൂടാരത്തെ വിട്ടുപിരിയാതെ മോശയോടുകൂടെ യോശുവയും ഉണ്ടായിരുന്നതായി പുറപ്പാട് 31:11 നമ്മൾ വായിക്കുന്നു.
പാളയത്തിൽ തുടർമാനമായി പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന എൽദാദിനെയും മേദാദിനെയും തടയണമെന്ന് മോശയോട് ആവശ്യപ്പെട്ടത് യോശുവയാണ്. യോശുവയെ വലിയവനാക്കി ദൈവം ഉയർത്തിയതിന്റെ പിന്നിലെ ഒരു പ്രധാന സംഭവം കൂടെ ഞാൻ പറയാം. കനാൻ ദേശം ദൈവർക്ക് വാഗ്ദത്തം നൽകിയിരുന്നതാണെങ്കിലും ആ നാട് ഒറ്റുനോക്കേണ്ടതിനു വേണ്ടി 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരോ തലവന്മാരെ വീതം തിരഞ്ഞെടുത്ത് അയക്കുന്നുണ്ട്. എഫ്രൈം ഗോത്രത്തിൽ നിന്ന് ഹോശയ്യ എന്നു പേരുള്ള യോശുവയെ അയച്ചു എന്നാണ് സംഖ്യ 13:8 നമ്മൾ വായിക്കുന്നത്. പോയിട്ട് വന്ന 12 പേരിൽ 10 പേരും ആ നാട് പിടിച്ചടക്കാൻ നമുക്കാവില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു സ്വഭാവമുള്ള ദൈവത്തോട് പറ്റി നിൽക്കുന്ന യോശുവയും കാലേബും പറഞ്ഞു, അല്ല, ദൈവം അനുവദിക്കുന്നു എങ്കിൽ ആ നാട് പിടിച്ചടക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അവിശ്വാസികളായ, അവിശ്വസ്തരായ, തെറ്റായ റിപ്പോർട്ട് പറഞ്ഞ 10 പുരുഷന്മാരും അതിനെ വിശ്വസിച്ച ഭൂരിപക്ഷം ആളുകളും മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ദൈവം ഈ യോശുവയെയും കാലേബിനെയും കനാനിൽ എത്തിക്കുന്നതായി നാം വായിക്കുകയാണ്. യോശുവ എന്ന മനുഷ്യന്റെ ഏകദേശം 30 വർഷത്തെ ചരിത്രമാണ് യോശുവയുടെ പുസ്തകത്തിലെ 24 അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കനാൻ ദേശം കൈവശപ്പെടുത്താനുള്ള തയ്യാറെടുപ്പാണ്. 6 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ കനാൻ ദേശം കൈവശപ്പെടുത്തുന്ന വിപുലമായ ചരിത്രങ്ങളാണ്. 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ആ കനാൻ ദേശം 12 ഗോത്രങ്ങൾക്കായി വിഭാഗിച്ച് നൽകുന്നതിൻ്റെ ചരിത്രങ്ങളാണ്. 23, 24 അധ്യായങ്ങൾ യോശുവയുടെ വിടവാങ്ങൽ പ്രസംഗവും മരണവും അടക്കവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ പിൻഗാമിയായി നേതൃത്വത്തിലേക്ക് വന്ന വ്യക്തിയാണ് യോശുവ. ഇവർ തമ്മിൽ, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ ചില സാമ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോശെ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിച്ച് യോർദാന്റെ അരികെ വരെ കൊണ്ടുവന്നു. യോശുവ ഇസ്രായേൽ മക്കളെ യോർദാൻ കടത്തി അക്കരെ എത്തിച്ച് ആ നാട് പിടിച്ചടക്കി അവർക്ക് വീതിച്ചു നൽകുന്നു. മോശ ചെങ്കടൽ കടക്കുന്നു, യോശുവ യോർദാൻ കടക്കുന്നു. മോശയുടെ പുസ്തകങ്ങളിൽ അവസാന പുസ്തകമായ ആവർത്തനം 33, 34 അധ്യായങ്ങളിൽ മോശയുടെ വിടവാങ്ങൽ പ്രസംഗവും മരണവും അടക്കവുമാണ്. യോശുവയുടെ പുസ്തകം 23, 24 അധ്യായങ്ങളിൽ യോശുവയുടെ വിടവാങ്ങൽ പ്രസംഗവും മരണവും അടക്കവുമാണ്. മോശെ ദേശം ഒറ്റുനോക്കാൻ 12 പുരുഷന്മാരെ അയക്കുന്നു. യോശുവ 2 പുരുഷന്മാരെ അയക്കുകയും അവരെ രാഹാബ് എന്ന വേശ്യ കൈക്കൊണ്ട ചരിത്രവും യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. പരിച്ഛേദന ഏൽക്കാത്ത ആരും പെസഹ ആചരിക്കരുത് എന്ന് മോശെ കർശനമായി കൽപ്പിച്ചു. യോശുവയുടെ കാലത്തും അങ്ങനെയാണ് സംഭവിച്ചത്. യോശുവ പുതുതലമുറയെ കൽക്കത്തി കൊണ്ട് പരിച്ഛേദന നൽകിയിട്ട് പെസഹ ആചരിച്ചതായും നാം വായിക്കുന്നുണ്ട്. ഹോരേമിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൂതൻ മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അദ്ദേഹത്തിനും ദൈവദൂതന്റെ പ്രത്യക്ഷത ഉണ്ടാകുകയും നിയോഗം ലഭിക്കുകയും ചെയ്യുന്നു. ദൂതൻ യോശുവയോടും പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. മോശ മരിക്കുമ്പോൾ തനിക്ക് 120 വയസ്സായിരുന്നു എന്ന് ആവർത്തനം 34:7 നമ്മൾ വായിക്കുന്നു. യോശുവ മരിക്കുമ്പോൾ തനിക്ക് 110 വയസ്സായിരുന്നു എന്ന് യോശുവ 24, 29, 30 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ ഇവർ തമ്മിൽ ചില സാമ്യങ്ങൾ ഉണ്ടായിരുന്നതായി നാം കാണുകയാണ്. യോശുവയെ ദൈവമാണ് നേതൃത്വ പദവിയിലേക്ക് കൊണ്ടുവന്നത്. അവനെ വലിയവനാക്കിയത് ദൈവമാണ്. ഞാൻ ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലെയാസറിന്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർക്കാകെ അവന് ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലെയാസറിന്റെ മുമ്പാകെ നിൽക്കണം. അവൻ അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഉരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവന്റെ വാക്കുപ്രകാരം പോകുകയും അവന്റെ വാക്കുപ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ചു പുരോഹിതനായ എലെയാസറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ചു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. ആവർത്തന പുസ്തകം 1:38, 3:28 വാക്യങ്ങളിൽ പിന്നെയും നാം വായിക്കുന്നു, അവനെ ധൈര്യപ്പെടുത്തുക, അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കുന്നത് എന്ന് ദൈവം അരുളി ചെയ്തു.
ആവർത്തനം 34:9 നോക്കുക. നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. മോശയുടെ മരണശേഷം ദൈവം യോശുവയോട് നേരിട്ട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുക. യോശുവയുടെ പുസ്തകം 3-7 വാക്യം. യഹോവ യോശുവയോട്, ഞാൻ ഇന്ന് അവർ കാൺകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. 4-14-15 വാക്യം. യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന് മുമ്പാകെ വലിയവനാക്കി. കർത്താവിന് സ്തോത്രം. യോശുവ എന്ന ചെറുപ്പക്കാരനെ നേതൃത്വ പദവിയിലേക്ക് ദൈവം വളർത്തിക്കൊണ്ടുവരുന്നതായി ഇവിടെയെല്ലാം നാം കാണുന്നു. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്താൽ വളർത്തപ്പെടുന്ന, ഉയർത്തപ്പെടുന്ന, നിയോഗിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിത്തീരേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിൽ അവർ യോർദാൻ നദി കടന്ന് കനാനിലേക്ക് കാലുവെച്ച് കയറുകയാണ്. യോർദാൻ അക്കരെയുള്ള സ്ഥലമാണ് കനാൻ എന്നുള്ളത്. അതാണ് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത്. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ ഇരുകരയും കവിഞ്ഞൊഴുകും എന്നാണ് 3:15 വായിക്കുന്നത്. ഇരുകരയും കവിഞ്ഞൊഴുകുന്ന ആ യോർദാനിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർ അവരുടെ തോളിൽ ദൈവത്തിൻ്റെ പെട്ടകവും ചുമന്നുകൊണ്ട് കാലുവെച്ചപ്പോൾ ആ യോർദാൻ 2ആയി പിരിഞ്ഞു മാറുകയും അവരതിൽ കൂടെ കടന്ന് അക്കരെ എത്തുകയും ചെയ്തു. 6-ാം അധ്യായത്തിൽ അവർ എരിഹോ പട്ടണം പിടിച്ചടക്കുകയാണ്. പല യുദ്ധങ്ങൾ ഇസ്രായേൽ മക്കൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ യുദ്ധങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അത് നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, നീ അതിനെ പിടിച്ചടക്കണം, നിങ്ങൾ അതിനെ കൈവശമാക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ്? ഞാനത് തന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്, കേട്ടതുകൊണ്ട്, വാഗ്ദത്തം ചെയ്തതുകൊണ്ട് കയ്യും കെട്ടി വീട്ടിലിരുന്നാൽ പോരാ. അത് പോയി പിടിച്ചടക്കണം, അത് കൈവശപ്പെടുത്തണം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. യുദ്ധപ്രാപ്തരായ പുരുഷന്മാർ 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസം 7 പ്രാവശ്യവും എരിഹോ പട്ടണത്തിന് ചുറ്റും നടന്നിട്ട് അവർ കാഹളമൂതിയപ്പോൾ ആ എരിഹോ പട്ടണം നേരെ താഴേക്ക് പോകുകയും അവർ ആ പട്ടണം പിടിച്ചടക്കുകയും ചെയ്തു. ഹായ് എന്ന പട്ടണം പിടിച്ചടക്കിയ ചരിത്രവും ഈ പുസ്തകത്തിലുണ്ട്. 7-8 അധ്യായങ്ങളിൽ. പട്ടണം ചെറുതായതുകൊണ്ട് 2000-ഓ 3000-ഓ ആളുകൾ അവിടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു സേന മാത്രമാണ് ആ നാട് പിടിച്ചെടുക്കാൻ പോയത്. പക്ഷേ ഉദ്ദേശിച്ചതുപോലെ വിജയമുണ്ടായില്ല, മഹാപരാജയമുണ്ടായി. എന്താണ് കാരണം? ആ നാട് പിടിച്ചടക്കുന്നതിനിടയിൽ ആഖാൻ എന്ന ആ ദ്രവ്യാഗ്രഹി അവിടെ നിന്ന് ചില സ്വത്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആരും കാണാതെ കുഴിച്ചിടുകയുണ്ടായി. ശബദാർപ്പിത വസ്തുക്കൾ ആഖാൻ മോഷ്ടിച്ചത് മുഖാന്തരം ദൈവനാമത്തോട് അവിശ്വസ്തത കാണിച്ചതുകൊണ്ട് ആ ഇസ്രായേൽ സേന അവിടെ പരാജയപ്പെട്ടു. പരാജയത്തിൻ്റെ കാര്യമറിയാൻ യോശുവ ദൈവമുമ്പാകെ നെടുമ്പാട് വീണ് നിലവിളിച്ചപ്പോൾ ദൈവം ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ആഖാൻ എന്ന മനുഷ്യനെ ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവർ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം അവർ ആ നാട് പിടിച്ചടക്കുകയും ചെയ്തു. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ യോശുവയ്ക്ക് ധൈര്യം നൽകാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്ന ദർശനം നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ എന്ന് യോശുവ ചോദിക്കുമ്പോൾ ദൂതൻ പറഞ്ഞ മറുപടി, ഞാൻ നിന്റെ പക്ഷക്കാരനല്ല, ശത്രുപക്ഷക്കാരനുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അധിപതിയായി ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം യുദ്ധദൂതന്മാരെ അയച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ അവിസ്മരണീയമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമോര്യരുമായി യുദ്ധം നടത്തുമ്പോൾ സമയം സന്ധ്യയായി. രാത്രിയായാൽ ആ യുദ്ധം തുടരാൻ പറ്റില്ല. അതുകൊണ്ട് യോശുവ സകല ഇസ്രായേൽ മക്കൾക്കൊക്കെ സൂര്യനോടും ചന്ദ്രനോടും ഉറക്കെ പ്രഖ്യാപിച്ചു, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. അങ്ങനെ സൂര്യൻ ആകാശമധ്യ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും അതിനു പിൻപും ഉണ്ടായിട്ടില്ല
യോശുവയുടെ പുസ്തകം 10:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതൊരു ചരിത്ര സംഭവമായിരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. സെലഫഹാദിന്റെ പുത്രിമാർക്ക് അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവകാശം കൊടുക്കണമെന്ന് സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിലും 36-ാം അധ്യായത്തിലും ആ അബലരായ 5 പെൺകുട്ടികൾ ആവശ്യമുന്നയിച്ചപ്പോൾ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണമെന്ന്, അവർക്ക് അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ഓഹരി കൊടുക്കണമെന്ന് ദൈവം 2 പ്രാവശ്യവും പറഞ്ഞതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങൾക്കും അവകാശം കിട്ടി. പക്ഷേ ഈ അബലരായ 5 പെൺകുട്ടികൾക്ക് അവകാശ ഭൂമി കിട്ടാതെ വന്നു. മോശയുടെ കാലത്താണ് ദൈവം ഈ 5 പേർക്ക് വേണ്ടി സംസാരിച്ചത്. യോശുവയുടെ കാലത്ത് 17-ാം അധ്യായത്തിൽ ഇവർ ചെന്ന് യോശുവയോട് ആ പഴയ വാഗ്ദത്തവും അവരുടെ സങ്കടവും ഉണർത്തിച്ചു. നൂന്റെ മകനായ യോശുവ എഴുന്നേറ്റ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവർക്കും അവകാശ ഭൂമി നൽകിയതായി 17-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയം കൂടി തിരുവെഴുത്തിലുണ്ട്. അത് വിവരിക്കാം. യോശുവയുടെ നേതൃത്വത്തിൽ ഈ നാടൊക്കെ പിടിച്ചടക്കി മുന്നോട്ട് വരികയാണ്. ഈ വാർത്ത സമീപ ദേശങ്ങളിലെല്ലാം പരക്കുകയുണ്ടായി. ചെങ്കടൽ വറ്റിയതും യെരിഹോ പിടിച്ചടക്കിയതുമൊക്കെ വളരെ പ്രസിദ്ധമായി മാറി. ഗിബെയോൻ നിവാസികൾ വിചാരിച്ചു അവരെയും വന്ന് കൊന്ന് ആ നാടും പിടിച്ചടക്കും. എങ്ങനെ രക്ഷപ്പെടാം? അവരൊരു പദ്ധതി ചെയ്തു. അവർ കുറെ പൂത്ത അപ്പവും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് യോശുവയുടെ അടുക്കൽ വന്ന് കീഴടങ്ങുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഈ അപ്പം ഞങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ പുതിയ അപ്പമായിരുന്നു. വളരെ നാളുകൾ യാത്ര ചെയ്തത് കൊണ്ട് ഇത് പൂത്തുപോയി. ഞങ്ങൾ വളരെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ യാത്ര ദീർഘമായതുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രങ്ങൾ ജീർണിച്ചു പോയി. ഞങ്ങൾ വന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളും കേട്ടതുകൊണ്ട് ഞങ്ങളെ കൊല്ലരുത് എന്ന് നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം, അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. 9-ാം അധ്യായം 14-15 വാക്യം, 24-ാമത്തെ വാക്യം. അതുകൊണ്ടാണ് ഗിബെയോന്യരെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കുവാൻ കഴിഞ്ഞത്. ഗിബെയോന്യർ പിന്നീട് ഇസ്രായേൽ മക്കളുടെ യാഗങ്ങൾക്കും മറ്റും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി മാറുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഞാനിവിടെ ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരുടെയും ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ കനാൻ നാട് ഇസ്രായേൽ മക്കൾക്ക് കൈവശമാക്കി കൊടുക്കുമ്പോൾ അവിടെയുള്ള കനാന്യരെ ദൈവം നിഗ്രഹിച്ചത് ശരിയാണോ? ഒരു ജനതയെ നശിപ്പിച്ചിട്ട് വേണമായിരുന്നോ ആ നാട് അവർക്ക് കൊടുക്കാൻ? ഈ ചോദ്യത്തിന് പ്രധാനപ്പെട്ട 4 മറുപടികൾ ഞാനിവിടെ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. 1, കനാൻ ദേശം എന്നുള്ളത് ദൈവം ഇസ്രായേലിയരുടെ പൂർവികരോട്, വിശേഷിയ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദേശമാണ്. തിരുവെഴുത്ത് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാണ്. പക്ഷെ പിൽക്കാലത്ത് അബ്രഹാമിന്റെ സന്തതികൾ അനുസരണക്കേടും അവിശ്വസ്തതയും കാണിച്ചപ്പോൾ അവർക്ക് ആ നാട് വിട്ടു പോകേണ്ടി വന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഈജിപ്റ്റ് എന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് അവരുടെ പൂർവികരോട് വാഗ്ദത്തം ചെയ്ത, നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി പാലും തേനും ഒഴുകുന്ന നാട് നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്ത് അവരെ കൊണ്ടുവന്ന് അവിടെ കുടിവാർപ്പിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ ആ പഴയ വാഗ്ദത്തം അവിടെ നിവർത്തിക്കുകയാണ് ഉണ്ടായത്. കനാന്യർ ശപിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു. നോഹയുടെ കാലത്ത് നോഹയുടെ ഒരു മകനായ ഹാം അപ്പൻ വ്യവസ്ഥനായി കിടക്കുന്ന കാര്യം സഹോദരന്മാരോട് ചെന്നു പറഞ്ഞു. സഹോദരന്മാർ വസ്ത്രവുമായി വന്ന് അപ്പന്റെ നഗ്നത മറയ്ക്കുന്നുണ്ട്. പിന്നീട് ഇത് അറിഞ്ഞ നോഹ
ഹാമിനെ ശപിക്കുമ്പോൾ ഹാമിന്റെ മകനായ കനാനെയാണ് ശപിച്ചത്. കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് നോഹ പറഞ്ഞു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഒരു ഭാര്യ എടുക്കുമ്പോൾ എലിയാസറിന് നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ്: ചുറ്റും താമസിക്കുന്ന കനാന്യരായ കന്യകമാരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കരുത് എന്നാണ് അബ്രഹാം നിർദ്ദേശം നൽകിയത്. കനാന്യരെ നശിപ്പിച്ചതിൻ്റെ മറ്റൊരു കാരണം അവരുടെ മ്ലേച്ഛതകൾ വളരെ ഭയാനകങ്ങളായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന വളരെ പ്രാകൃതമായ ഒരു മ്ലേച്ഛാചാരം അവർ ചെയ്തു പോന്നിരുന്നു. ആ കനാന്യരുടെ ആചാരങ്ങൾ ഇസ്രായേൽ മക്കൾ കണ്ടുപഠിക്കാതിരിക്കാൻ വേണ്ടി, ആ ദേശത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം കനാന്യരെ നിഗ്രഹിച്ചു. തിരുവെടുത്ത് ശ്രദ്ധിക്കുക: തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ആവർത്തനം 18:9 മുതൽ 11 വരെ, 12:31, ലേവ്യ പുസ്തകം 20:2. ഈ കനാന്യരെ മുഴുവൻ ഇസ്രായേൽ മക്കൾ നശിപ്പിക്കാതിരുന്നത് കൊണ്ട് പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾ ആ കനാന്യരുടെയും മറ്റും മ്ലേച്ഛാചാരങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് മുഖാന്തരം ദൈവത്തിൻ്റെ പലവിധമായ ശിക്ഷകൾ അവർക്ക് ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വന്നു. ആഹാസ് രാജാവിന്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ ഈ ജാതീയ ആചാരങ്ങൾ ആചരിച്ചു. 2 ദിനവൃത്താന്തം 28:3. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും ദൈവം നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛാചാര പ്രകാരം തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. മനശ്ശെ എന്ന രാജാവിന്റെ കാലത്തും ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. 2 ദിനവൃത്താന്തം 33:6 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുക മുതലായ ദുരാചാരങ്ങളെ കുറിച്ച് ദൈവം വളരെ ഖേദത്തോടെ പറയുന്ന ഒരു വചനം യിരെമ്യാപ്രവചനത്തിലുണ്ട്. യിരെമ്യാപ്രവചനം 7-ാം വാക്യം, 32-35 വാക്യം: തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോം താഴ്വരയിലുള്ള തെഫോത്തിൽ പൂജാഗിരികളെ പണിതിരിക്കുന്നു. ആദ്യം ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല. അത് ഞാൻ കൽപ്പിച്ചതല്ല എന്ന് പറയുന്നത് ജാതികളുടെ മ്ലേച്ഛാചാരമായ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതും മുഹൂർത്തം നോക്കുന്നതും പ്രശ്നം നോക്കുന്നതുമൊക്കെ ആദ്യം ഞാൻ കൽപ്പിച്ചതല്ല എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിന് വളരെ വിരോധമായ, ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അത് ഇസ്രായേൽ മക്കൾ പകർത്താതിരിക്കാൻ വേണ്ടിയാണ് കനാന്യരെ നശിപ്പിക്കാൻ ദൈവം പറഞ്ഞത്. ഒരു മറുപടി കൂടെ പറയാം. ദൈവത്തിൻ്റെ മുന്നറിവിൽ ഈ ജനത ഇസ്രായേൽ മക്കൾക്ക് ഒരു ഭീഷണിയായി തീരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. ദൈവം സർവജ്ഞാനിയാണ്. കഴിഞ്ഞ കാലവും ഇപ്പോഴത്തെ കാലവും മാത്രമല്ല, വരാനിരിക്കുന്നതും ദൈവത്തിന് അറിയാൻ കഴിയും. ഈ കനാന്യരുടെയോ അമാലേക്യരുടെയോ മോവാബ്യരുടെയോ ഒക്കെ തലമുറകൾ വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതങ്ങളായ ഇസ്രായേൽ മക്കളെ ഇവർ ആക്രമിക്കുമെന്ന് ദൈവം ദൂരവേ കണ്ടു. അതുകൊണ്ടാണ് അവരെ നശിപ്പിച്ചു കളയാൻ ദൈവം കൽപ്പിച്ചത്. ഇനി യോശുവയുടെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പുതിയ നിയമത്തിൽ നമുക്ക് പല ആത്മീക ചിന്തകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, കനാൻ നാട് സ്വർഗമല്ല എന്നുള്ളതാണ്. പഴയ നിയമ ഇസ്രായേലിനെയും പുതിയ നിയമ ഇസ്രായേലിയരായ ദൈവമക്കളെയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ദൃഷ്ടാന്തങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പുതിയ നിയമ ചിന്തകൾ വിവരിക്കാറുണ്ട്. ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പോയതുപോലെ നാം മരണം വഴിയായി സ്വർഗീയ കനാനിലേക്ക് പോകുമെന്ന്. സഹോദരങ്ങളെ, ആ കനാനിൽ ദുഷ്ടന്മാരുണ്ടായിരുന്നു. സ്വർഗത്തിൽ മല്ലന്മാരില്ല, അവിടെ ദുരാചാരങ്ങളില്ല. അത് സന്തോഷത്തിൻ്റെയും സ്വസ്ഥതയുടെയും അനുഭവമാണ്. 2, നമുക്ക് ഒരു ആത്മീയമായ സ്വസ്ഥതയാണ് അവശേഷിച്ചിരിക്കുന്നത് മുമ്പിലുള്ളത്. യോശുവ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൈവശമാക്കി കൊടുത്ത സന്ദർഭങ്ങളിൽ അവർക്ക് സ്വസ്ഥത ലഭിച്ചു എന്ന് പല പ്രാവശ്യം വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 21:44, 22:4, 11:23. യഹോവ സത്യം ചെയ്തിരുന്നത് പോലെയൊക്കെയും ചുറ്റിലും അവർക്ക് സ്വസ്ഥത നൽകി. യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥതയുണ്ടായി. പക്ഷേ എബ്രായ ലേഖനത്തിൽ മറ്റൊരു സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്.
എബ്രായ ലേഖനം 4:8-9 വാക്യങ്ങൾ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അന്നവര് ഒരു ഭൗമികമായ സ്വസ്ഥതയിലേക്കാണ് പ്രവേശിച്ചത്. എന്നാൽ നാം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഒരാത്മീകമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കും. അതെ, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുകയാണ്. അത് നിത്യതയിൽ കർത്താവിനോടുകൂടെ വസിക്കുന്ന ആ അനുഭവം ആയിരിക്കും. മറ്റൊരു ചിന്ത, രാഹാബ് എന്ന ഒരു വേശ്യയുടെ ചരിത്രം ഇതിലുണ്ട് എന്നുള്ളതാണ്. അത് പുതിയ നിയമത്തിൽ വളരെ സുപ്രധാനങ്ങളായ ചില ആത്മീക പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സ്ത്രീ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. പൂർവികമായ സമ്പ്രദായ പ്രകാരം വംശാവലി എഴുതുമ്പോൾ പുരുഷന്മാരുടെ പേര് മാത്രമാണ് എഴുതാറുള്ളത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി, രാജകീയ വംശാവലി മത്തായി രേഖപ്പെടുത്തുമ്പോൾ 5 സ്ത്രീകളുടെ പേര് അതിനകത്ത് നമ്മൾ വായിക്കുന്നു. താമാർ, രാഹാബ്, രൂത്ത്, ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബേത്ശേബ, മറിയ. ഇവരിൽ മിക്കരും പാപികളായിരുന്നു. താമാർ അമ്മാവിയപ്പനാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയാണ്. രാഹാബ് ഒരു വേശ്യാവൃത്തി ചെയ്തിരുന്ന സ്ത്രീയാണ്. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. മോവാബ്യരുടെ 10ാം തലമുറക്കാർ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു നിബന്ധന. ബേത്ശേബ എന്ന സ്ത്രീ ഊരിയാവിൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ ദാവീദിനാൽ പീഡിപ്പിക്കപ്പെട്ടവളാണ്. പാപിനികളായിരുന്ന ഈ സ്ത്രീകളെ ദൈവപുത്രന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തി. കാരണം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്, ഏത് ജനതയും രക്ഷിക്കാനാണ്. യോശുവയുടെ പുസ്തകത്തിൽ ഈ രാഹാബ് എന്ന സ്ത്രീയെ ഒരു വേശ്യ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ മത്തായി 1:4-5 വാക്യങ്ങൾ, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ വേശ്യയായിരുന്ന സ്ത്രീയെ യഹൂദനായ ശൽമോൻ എന്ന ഒരു ധനികനായ മനുഷ്യൻ വിവാഹം ചെയ്തു എന്നും ആ ദാമ്പത്യത്തിൽ ബോവസ് എന്ന ഒരു കുട്ടി പിറക്കുകയും അവനും ഒരു ധനികനായി മാറി. ആ ബോവസ് മോവാബ്യ സ്ത്രീയായ രൂത്തിനെ വിവാഹം ചെയ്യുന്നു. ആ ബോവസിന് രൂത്ത് എന്ന സ്ത്രീയിലൂടെ ഇശായി എന്ന മനുഷ്യൻ ജനിക്കുന്നു. ഇശായി ദാവീദിന്റെ പിതാവായി മാറുന്നു. അങ്ങനെ ദാവീദ് രാജാവിൻ്റെ വംശാവലിയിൽ ഈ സ്ത്രീയും ഉൾപ്പെടുകയാണ്. വേശ്യയായിരുന്നൊരു സ്ത്രീക്ക് കുടുംബസ്ഥയായി തീരാൻ, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ദൈവം ഭാഗ്യം നൽകുന്നു. എബ്രായ ലേഖനത്തിൽ ഈ രാഹാബ് എന്ന സ്ത്രീയെ വിശ്വാസവീരന്മാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വചനം ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 11:31 വാക്യം, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? യോശുവയുടെ പുസ്തകം 2:9 വാക്യം, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. കേട്ടത് അവളിൽ വിശ്വാസമായി പരിണമിച്ചു. റോമാലേഖനം 10:17. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേട്ടത് അവളിൽ വിശ്വാസമായി പരിണമിച്ചത് കൊണ്ട് അവൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. അവളുടെ വിശ്വാസം അവൾ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. യാക്കോബ് 2:25. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവർത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില പ്രധാന ചിന്തകളാണ് ഇന്ന് നാം ചിന്തിച്ചത്. യോശുവ നേതൃത്വത്തിൽ വരുന്നത് പിൽക്കാലത്താണെങ്കിലും ദൈവം അവനെ വലിയവനാക്കുവാനുള്ള പദ്ധതി അവൻ്റെ യൗവനകാലത്ത് തന്നെ തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരം വിട്ടുപിരിയാതിരുന്നു എന്ന ഭാഗത്ത് യങ് മാൻ, ചെറുപ്പക്കാരൻ എന്നുള്ള പദമാണ് കൊടുത്തിരുന്നത്. അവൻ്റെ യൗവനകാലത്ത് തന്നെ അവനെക്കുറിച്ചുള്ള ഭാവി പദ്ധതികൾ ദൈവം സമാരംഭിച്ചു എന്ന് നാം കാണുകയുണ്ടായി. 2 യോശുവയുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. യോർദാൻ കടന്നു, എരിഹോവും ഹായിയും ഒക്കെ അവർ പിടിച്ചടക്കി. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ സൂര്യൻ നിശ്ചലമായി നിന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് യോശുവയ്ക്ക് നിയോഗങ്ങൾ
നൽകുന്നു. യോശുവയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയവും നാം കാണുകയുണ്ടായല്ലോ. 3, കനാന്യരെ നശിപ്പിക്കണമെന്ന് ദൈവം കർശനമായി കൽപ്പന കൊടുത്തതിൻ്റെ 4 മറുപടികളും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്ന ചില ചിന്തകളായിരുന്നു. കനാൻ നാട് എന്നതുള്ള സ്വർഗമല്ല, നമുക്കൊരു സ്വസ്ഥതയുടെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മീക സ്വസ്ഥതയാണ്. ക്രിസ്തുവിന്റെ വംശാവലിയിൽ പല സ്ത്രീകൾ ഉൾപ്പെട്ട കൂട്ടത്തിൽ രാഹാബ് എന്ന വേശ്യയും ഉൾപ്പെട്ടതായി നമ്മൾ കണ്ടു. അവളൊരു വേശ്യയായിരുന്നുവെങ്കിലും യഹൂദന്റെ ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് അവൾക്കൊരു കുടുംബജീവിതം ലഭിക്കുകയും അവൾ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുകയും ചെയ്തു. എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നും യാക്കോബിന്റെ ലേഖനത്തിൽ അവൾ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്നും നാം കാണുകയുണ്ടായി. ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവ യോശുവയോട്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും എന്ന് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിയുടെയും മുമ്പാകെ വലിയവനാക്കി. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.